ഇപ്പോൾ ഒറ്റപ്പാലത്ത് പി.കെ. ശശിയുടെ പ്രചാരണ വേദിയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എത്തിയിരിക്കുന്നു. ഒറ്റപ്പാലത്തെ യു.ഡി.എഫ് കൺവെൻഷൻ സതീശൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. തത്സമയം എന്താ ഒരു പാവം എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, നീ നിന്റെ വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാ കേരളത്തിലുള്ളത്. എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, വീട്ടിൽ പോയി അല്ല ചോദിക്കാൻ പോകുന്നത്, തെരുവിലിറങ്ങി നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതിയാവും. പിണറായിക്ക് ഒറ്റ പ്രശ്നമുണ്ട്, ഓൾ ഇന്ത്യ റേഡിയോ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കേൾക്കാനല്ലേ പറ്റുള്ളൂ, അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. റേഡിയോ ഞാൻ പുള്ളിക്ക് പേരിട്ടിരിക്കുന്ന ഓൾ ഇന്ത്യ റേഡിയോ എന്നാണ്. റേഡിയോ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. 1 മണിക്കൂർ പത്രസമ്മേളനം നടത്തും, 50 മിനിറ്റ് പുള്ളി കൊണ്ടുവന്ന് നോക്കി വായിക്കും. പിന്നെ 2 കൈരളിക്കാരനും 2 ദേശാഭിമാനിക്കാരനും ചോദ്യം ചോദിക്കും. വേറെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ 5ാമത്തെ ചോദ്യം ചോദിക്കുമ്പോൾ പുള്ളി പറയും സമയമായെന്ന് പറഞ്ഞു, ഇനി നാളെ എന്ന് പറഞ്ഞു. ഇതാണ് പത്രസമ്മേളനം. ഒരു ചോദ്യത്തിനും മറുപടി പറയാത്ത മുഖ്യമന്ത്രിയാണ്, ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ 2013 ഗണേഷ് കുമാർ മന്ത്രിയാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ. അപ്പൊ ഒരു വിഷയം ഉണ്ടായി. അപ്പൊ അന്ന് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ പറഞ്ഞു, ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് ചവിട്ടി പുറത്താക്കും, ഇല്ലേ? അപ്പൊ ഉമ്മൻചാണ്ടി രാജി എഴുതി മരിച്ചു. ഇപ്പോ അന്ന് നടന്ന സംഭവത്തെക്കാൾ ഗുരുതരമായ പ്രശ്നം ഇപ്പോ ഉണ്ടായി. അപ്പൊ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്, എന്താ പറയുന്നത്? അത് കുടുംബ പ്രശ്നമാണ്. അപ്പൊ അന്ന് കുടുംബ പ്രശ്നമായിരുന്നില്ലേ? ഇതാണ് ഇരട്ടത്താപ്പ്. ഇരട്ട ചങ്കൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് ഇരട്ട താപ്പൻ എന്ന് വിളിക്കുന്നതാണ്. ഇരട്ടത്താപ്പാണ്. അന്ന് ഗണേഷ് കുമാർ പുറത്താക്കണം എന്ന് പറഞ്ഞു. ഇപ്പോ അതിനേക്കാൾ രൂക്ഷമായ വിഷയം വന്നപ്പോ അത് കുടുംബ പ്രശ്നമാണ്. ഇതാണ് അവളോടൊപ്പം മറ്റേ കപ്പൊക്കെ പിടിച്ചിരിക്കുന്നില്ലേ, ചായക്കപ്പും പിടിച്ചിട്ട് അവളോടൊപ്പം. ഇപ്പൊ മനസ്സിലായി, വൃത്തികേടുകൾ കാണിക്കുന്ന അവന്മാരോടൊപ്പമാണ് മുഖ്യമന്ത്രി, അല്ലേ? ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ഇവിടെ ഈ സർക്കാരിന്റെ ഈ ചെയ്തികൾക്കെതിരായ പോരാട്ടം നമ്മൾ തുടരും, ഒരു സംശയവും വേണ്ട. ഇപ്പോ എല്ലാം കഴിഞ്ഞപ്പോ BJP ആയിട്ടുള്ള ഏർപ്പാടാണ്, BJP ആയിട്ട് പാലക്കാട് ഈ ജില്ല 18,000 വോട്ടിനാണ് നമ്മൾ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത്, അല്ലേ? 2ാം സ്ഥാനത്താണ് BJP. പരിതാപകരമായ 3ാം സ്ഥാനത്താണ് CPM. അവിടെ ഒരു ബിസിനസ്സുകാരനെ കൊണ്ടിട്ടിരിക്കുക സ്ഥാനാർത്ഥി. UDF-ന്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് BJP-യെ ജയിപ്പിക്കാൻ. പകരം എന്തൊക്കെ അറേഞ്ച്മെന്റ് എന്നറിയാം? നിങ്ങൾ കേട്ടാൻ ഞെട്ടും. കോന്നി, പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ മത്സരിച്ച സീറ്റാണ്. BJP സംസ്ഥാന പ്രസിഡന്റിന് മോശം സീറ്റ് കൊടുക്കും, ഉള്ളതിൽ നല്ല സീറ്റ് കൊടുക്കും. അയാൾക്ക് 32,000 വോട്ട് കിട്ടും. ഈ പ്രാവശ്യം BJP-യോട് മത്സരിക്കല്ല, BDJs അവിടെ മത്സരിക്കുന്നു. തൊട്ടപ്പുറത്ത് റാന്നി, ശബരിമല ഇരിക്കുന്ന സ്ഥലമാണ്. ശബരിമലയിലെ ഒറ്റപ്പാലത്ത് പി.കെ. ശശിക്ക് വോട്ട് ചോദിച്ച് എത്തിയിരിക്കുകയാണ് വി.ഡി. സതീശൻ. എന്തായാലും പി.കെ. ശശിയോട് ബഹുമാനം എന്ന് പറയുന്നു. അതോടൊപ്പം മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം തുടരുന്നത്.